ബിനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ബിനിൽ, ഇപ്പോൾ ഈ ദേശീയപാത നിർമ്മാണം, അതിൽ അശാസ്ത്രീയതയൊക്കെ പല സംഭവങ്ങളിലൂടെ നമ്മൾ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. റോഡിലൊക്കെ വിള്ളൽ വീഴുന്നു, ഇടിഞ്ഞു പോകുന്നു, കുഴികൾ രൂപപ്പെടുന്നു, അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും ഇവിടെയും അതിനേക്കാളും വലിയൊരു ആഘാതം, വലിയൊരു അശാസ്ത്രീയ നിർമ്മാണം, അതിൻ്റെ വ്യാപ്തി കൂട്ടുന്ന തരത്തിലുള്ള വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ വിള്ളൽ രൂപപ്പെട്ടിട്ട് പോലും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പിന്നെയും നടത്തിയെന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്താൻ പറ്റുകയില്ല. മണ്ണിടിച്ചിൽ മുൻപും ഉണ്ടായിട്ടുണ്ട്, ആ ദൃശ്യങ്ങൾ പോലും നമ്മൾ കണ്ടതാണ്. ആ തലത്തിൽ ഇനി മുന്നിലേക്കുള്ള നടപടികളൊക്കെ ഏത് വിധത്തിലായിരിക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ ഇനി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും മറ്റ് നടപടികൾ ഈ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിലും പല കാര്യങ്ങളും അവർക്കും ചെയ്യാനുള്ളതല്ലേ ബിനിൽ? അതൊക്കെ എങ്ങനെയായിരിക്കും ഇനി നടപ്പിലാക്കാൻ പോകുന്നത്? അതിനെക്കുറിച്ചുള്ളൊരു സംശയം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടല്ലോ. അല്പം മുമ്പ് നമ്മൾ കേട്ടത് ഇടുക്കി സബ് കളക്ടറുടെ വാക്കുകളാണ്. അവർ തന്നെ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഇനിയൊരു വിശദമായ പഠനം ഇക്കാര്യത്തിൽ വേണ്ടിവരും. ഈ മണ്ണിൻ്റെ ഘടനയൊക്കെ കൃത്യമായി മനസ്സിലാക്കി വേണം ഇനി ആ ദേശീയപാതയുടെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം അപകടകരമായ രീതിയിൽ ഇനി തുടർന്ന് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ല. അതുകൊണ്ട് എത്രയും വേഗം ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കണം. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, മൂന്നാർ എന്ന വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാതയാണിത്. ആ ദേശീയപാത നിർമ്മാണമാണ് ഇത്തരത്തിൽ അശാസ്ത്രീയമായി നടത്തുകയും ഈ ഒരു കൂട്ടം ആളുകളുടെ ജീവിതം തന്നെ പെരുവഴിയിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ പഠനങ്ങൾ നടത്തണം. ഈ മേഖലയിൽ ഇനിയും തുടർന്ന് ആളുകൾക്ക് താമസിക്കാൻ കഴിയുമോ, വാസയോഗ്യമാണോ ഈ പ്രദേശം എന്നതടക്കം വിശദമായി പഠിക്കേണ്ടി വരും. എന്തായാലും അടുത്തൊന്നും ഈ വീട്ടുകാർക്ക് തിരിച്ചവരുടെ വീടുകളിലേക്ക് എത്താൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഒരു ജിയോളജിസ്റ്റുകളൊക്കെ വന്ന് വിശദമായി പഠിച്ച് ഈ മണ്ണിൻ്റെ ഘടന, ഇനി അപകട സാധ്യത ഉണ്ടാകുമോ, ഇനിയും ഈ കുന്നിടിഞ്ഞു വരുമോ, ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അത് ഉറപ്പുവരുത്തി ഈ സുരക്ഷിതമാണ്, വാസയോഗ്യമാണ് എന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ ഇനി ഇവർക്ക് ഇങ്ങോട്ടേക്ക് മടങ്ങി വരാൻ കഴിയൂ. അതാണ് സബ് കളക്ടർ അടക്കം വിശദീകരിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടറുണ്ട്, ഇടുക്കിയുടെ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ ഇവിടെയുണ്ട്. അവരെല്ലാം വിശദമായി ആലോചിച്ച ശേഷം ഇതിലൊരു കൃത്യമായൊരു പ്ലാൻ ഉണ്ടാകും എന്നാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അടിയന്തര സഹായമടക്കം പ്രഖ്യാപിക്കാനുള്ള ആലോചന സർക്കാർ തലത്തിൽ ഇപ്പോൾ തന്നെ നടക്കുകയാണ്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അക്കാര്യത്തിലൊരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അടിയന്തരമായൊരു സാമ്പത്തിക സഹായം ഈ പ്രദേശത്തുകാർക്ക് ആവശ്യമാണ്. കാരണം ഉള്ളതെല്ലാം എടുത്തുകൊണ്ട് കയ്യിൽ കിട്ടാവുന്നതെല്ലാം എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടുന്ന എങ്ങനെയായിരിക്കും ഇനി അവരിലേക്ക് ഒരു ഇടപെടൽ ഉണ്ടാകുക എന്നുള്ളതും പ്രധാനമാണ്. കാരണം അത്രത്തോളം വേദനയോടുകൂടി മാത്രമേ അവിടെയുള്ള ഓരോ മനുഷ്യർക്കും സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അതിന്റെ കാരണം നമ്മൾ ഈ കാണുന്ന ഓരോ ദൃശ്യങ്ങളുമാണ്. എല്ലാം നഷ്ടപ്പെട്ട കുറേ മനുഷ്യർ അവിടെയുണ്ട്. ഉള്ളതെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് ജീവന് വേണ്ടിയിട്ട് മറ്റിടങ്ങളിലേക്ക് സ്വന്തം ഇടത്തു നിന്നും മാറി താമസിക്കാൻ നിർബന്ധിതരായ കുറേ മനുഷ്യർ കൂടി മറുവശത്തുമുണ്ട്.